മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് കൗൺസിൽ യോഗത്തിൽ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ ദിവസം നടന്നത് തികച്ചും അപലപനീയമായ സംഭവ വികാസങ്ങൾ തന്നെയാണ്. കൗൺസിലർമാർ തമ്മിൽ തല്ലി ബഹളം പിടിക്കുന്ന പലരും സമൂഹ മാധ്യമങ്ങളിൽ എഴുതുന്നുണ്ട്. തെരുവു നായ്ക്കൾക്ക് പോലും ഇതിനേക്കാൾ ഡീസൻസി ഉണ്ടാകും തല്ലുകൂടുമ്പോൾ എന്ന് പലരും പറയുന്നുണ്ട്. ഇതിൽ കോൺഗ്രസ് പ്രതിനിധികളും BJP പ്രതിനിധികളും ഒക്കെ തന്നെ വേണ്ടുവോളം തമ്മിത്തല്ലുന്ന സാഹചര്യമാണ് കണ്ടത്. ഷർട്ട് വലിച്ചു കീറുന്നു, സാരി വലിച്ചു കീറുന്നു, വെള്ളം മുഖത്തേക്ക് ഒഴിക്കുന്നു, അടിക്കുന്നു, പിടിക്കുന്നു, പിച്ചിക്കീറുന്നു, മാന്തുന്നു. അങ്ങനെ സംഭവ ബഹുലമാണ് കഴിഞ്ഞ ദിവസം നഗരസഭയിൽ നടന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇതിൽ പല കൗൺസിലർമാരും ഇതിനിടയിലൂടെ ചെയ്തു കൂട്ടിയ പല ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ കോൺഗ്രസിന്റെ കൗൺസിലറായിട്ടുള്ള മേരി പുഷ്പം ഈ ഭരണപക്ഷത്തുള്ള കൗൺസിലർമാർക്ക് നേരെ വെള്ളം ഗ്ലാസ്സിൽ ഉണ്ടായിരുന്ന വെള്ളം ഒഴിക്കുന്ന ദൃശ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. തിരിച്ചും വെള്ളം ഒഴിക്കുന്ന ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ശബരിനാഥിനെ കയ്യോങ്ങുന്ന ഒരു ദൃശ്യം വന്നിട്ടുണ്ട്. ശബരിനാഥ് തിരിച്ചും കയ്യോങ്ങുന്ന ദൃശ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ശബരിനാഥിന്റെ കൊങ്ങയ്ക്ക് കയറി പിടിക്കുന്ന ദൃശ്യം വന്നിട്ടുണ്ട്. ശബരിനാഥ് ഷർട്ട് വലിച്ചു കീറുന്ന ദൃശ്യം വന്നിട്ടുണ്ട്. അങ്ങനെ സംഭവ ബഹുലമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കോർപ്പറേഷനകത്ത് നടന്ന ഈ സംഭവ വികാസങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതെല്ലാം കണ്ടു പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ ഇത് കാണുന്നുണ്ട് എന്നുള്ളതാണ്. ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് BJPയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയിൽ 50 സീറ്റ് തന്ന് നിങ്ങളെ വിജയിപ്പിച്ചത് എന്നത് ജനങ്ങൾക്ക് ഇനി വീണ്ടും ആവർത്തിക്കാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അതായത് ജനങ്ങൾ പറയുന്നത് നിങ്ങളെ അവിടെ പോയി തമ്മിത്തല്ലി അടികൂടി ഇങ്ങനെ നാണം കെടുത്താനല്ല, മറിച്ച് വേണ്ട പ്രവർത്തനങ്ങൾ നടത്താൻ കൂടി തന്നെയാണ്. സുഗതനെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആദ്യമേ സമരം ആരംഭിച്ചത്. പിന്നാലെയാണ് കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അതായത് പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ ചിത്രം പ്രദർശിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള നഗരസഭയുടെ നിലപാടും യഥാർത്ഥ വസ്തുതകളും വിശദീകരിച്ച ശേഷമാണ് യോഗം ആരംഭിച്ചത്. എന്നാൽ തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധവും ബഹളവും സൃഷ്ടിച്ചതോടെ കൗൺസിൽ നടപടികൾ തടസ്സപ്പെടുകയായിരുന്നു. കൗൺസിലിൽ പങ്കെടുക്കുന്ന എല്ലാ അംഗങ്ങൾക്കും ഹാജർ രജിസ്റ്റർ നൽകുന്ന പതിവ് നടപടിക്രമമാണെന്നാണ് മേയർ പറഞ്ഞത്. എന്നാൽ രജിസ്റ്ററിന്റെ പേജുകൾ നശിപ്പിക്കാനും അതിൽ വെള്ളമൊഴിച്ച് കേടുവരുത്താനും ചിലർ ശ്രമിച്ചിരുന്നു. നഗരസഭയുടെ ഔദ്യോഗിക രേഖയായ രജിസ്റ്റർ നശിപ്പിച്ചതിനുള്ള ശ്രമം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഹാജർ രജിസ്റ്റർ പിടിച്ചുവാങ്ങാൻ UDF കൗൺസിലർമാർ ശ്രമിക്കുകയും തടയാൻ ചെന്ന BJP കൗൺസിലർമാരെ ആക്രമിക്കുകയുമായിരുന്നു. മണ്ണന്തല കൗൺസിലർ ചെമ്പഴന്തി ഉദയന്റെ ഷർട്ട് ശബരിനാഥ് വലിച്ചു കീറി. അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി നടന്നത് ദൗർഭാഗ്യകരമാണെന്നും സംഭവത്തിൽ ഒന്നിലധികം പേർക്ക് പരിക്കേറ്റതായും അവർ ചികിത്സ തേടിയതായും അദ്ദേഹം അറിയിച്ചു. വാഴോട്ടുകോണം വാർഡിലെ കൗൺസിലറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മേയർ നേരിട്ട് ഇടപെടാനാകില്ലെന്നും അത്തരം വിഷയങ്ങൾ നിയമപരമായ മാർഗമാണ് സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അറ്റൻഡൻസ് രജിസ്റ്റർ കീറുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നത് ഒരു പരിഹാരമല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ആക്രമണം നടന്ന പശ്ചാത്തലത്തിൽ പോലീസ് കേസ് അടക്കമുള്ളവയുമായി മുന്നോട്ട് പോകാനാണ് നീക്കം. കാണിച്ചു തരാം, ഇനി ഇവിടെ കൗൺസിൽ യോഗം നടക്കുന്നത് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശബരിനാഥ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. എന്തായാലും 34 കൗൺസിലർമാർ ഒപ്പിട്ട പേപ്പർ തനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ വന്നാൽ ചട്ടപ്രകാരം സ്പെഷ്യൽ കൗൺസിൽ ചേരാം. സംഭവത്തിൽ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം പോലീസ് പരാതി നൽകുന്ന കാര്യം തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കൗൺസിൽ യോഗത്തിൽ സംഘർഷം ഉണ്ടാക്കാൻ പ്രതിപക്ഷം ആസൂത്രിത ശ്രമമാണ് നടത്തിയത്. ഇത് ശരിവെക്കുന്നതാണ് കൗൺസിൽ ജീവനക്കാരൻ വെളിപ്പെടുത്തൽ. കൗൺസിലർ ഷീബയ്ക്ക് അറ്റൻഡൻസ് രജിസ്റ്റർ കൈമാറിയതായും പിന്നീട് അത് തിരികെ വാങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ കൗൺസിലർക്ക് ശബരിനാഥ് രജിസ്റ്റർ കൈവശപ്പെടുത്തിയതുമായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. രജിസ്റ്റർ തിരികെ ആവശ്യപ്പെട്ടപ്പോൾ മിണ്ടിപ്പോകരുതെന്ന് ശബരിനാഥ് ആക്രോശിച്ചതായും ജീവനക്കാരൻ പറയുന്നു. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ മേരി പുഷ്പം അടക്കമുള്ളവർ പ്രശ്നമുണ്ടാക്കി. പക്ഷെ അവർക്ക് പ്രതികരിക്കുമ്പോൾ അതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന രീതിയിലാണ് പ്രതികരണം. എന്തായാലും പ്രതികരണം ഒന്ന് കേൾക്കാം. ഞങ്ങൾ സമാധാനപരമായി ഞങ്ങൾ നേരത്തെ തീരുമാനിച്ച അങ്ങനെ തന്നെയായിരുന്നു. കാരണം നമുക്ക് ചർച്ച ചെയ്യണമെങ്കിൽ ഇത്രയും വിഷയം, ഈ 500 വിഷയം ഉള്ളത്, ഇതിൽ പഴയ ഭരണസമിതി ഇരുന്നപ്പോൾ ഉള്ള ജോലിക്കാരെ ഒരുപാട് പേരെ വീണ്ടും നീട്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം എതിർത്തിട്ട് പുതിയ ആൾക്കാരെ എംപ്ലോയ്മെന്റ് വരെ നിയമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചർച്ച ചെയ്ത് വരികയായിരുന്നു. അതിനിവിടെ വന്നപ്പോഴത്തേക്ക് ചർച്ച ചെയ്യാതെ മേയറെല്ലാം കൂടെ പാസ്സാക്കിയിട്ട് പോയപ്പോൾ ആകെ ഞങ്ങൾ 3 പേര് മാത്രമേ ഒപ്പിട്ടിരുന്നുള്ളൂ. ഞാനും ലീഡറും എൻ്റെ ഇപ്പുറത്ത് നിന്ന് ഹരിയണ്ണ മാത്രം, ബാക്കി ആരും ഒപ്പിട്ടില്ല. അപ്പോൾ ബുക്ക് വാങ്ങിയിട്ട് നമ്മുടെ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി ലീഡർ പറഞ്ഞു, ഇത് കണ്ടോ നിങ്ങൾ, ഇതെല്ലാം ബ്ലാങ്ക് ആയിട്ട് കിടക്കുമ്പോഴത്തേക്ക് ഇതിലെല്ലാം കള്ളത്തരം നടക്കും. ഇതുപോലെയാണ് സുഗതൻ വന്ന് ഒരു പ്രാവശ്യം ഒപ്പിട്ടിട്ട് പോയത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്താണ് ഉദയൻ, അതായത് ശബരി ഇവിടെ നിൽക്കുന്നെങ്കിൽ അപ്പുറം ഇപ്പുറം ഒക്കെ ഞങ്ങൾ നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് സ്ത്രീകൾ നിൽക്കുന്നെന്ന് നോക്കാതെ ഉദയൻ പാഞ്ഞു വന്നിട്ടാണ് ശബരിയുടെ അതാണ് തന്നെ. ഇത് നോക്കിക്കഴിഞ്ഞാൽ വിഷുവിൽ നോക്കിയാൽ അറിയാൻ പറ്റും. പുള്ളിക്കാരി നിൽക്കുന്ന സാരിയല്ല പോയിരിക്കുകയാണ്. സാരി പോയി പുള്ളി അടിച്ചതിൽ അടി കൊണ്ടു, മനസ്സിലായി. അപ്പോൾ അത് തീർച്ചയായിട്ടും അതൊരു ഗുണ്ടായിസമല്ലേ.
നമ്മള് മാറ്റം വരണം എന്ന് പറഞ്ഞ് മാറ്റം ഇതാണോ മാറ്റം വരേണ്ടത്? ഞങ്ങളൊന്നും ഉണ്ടായിച്ചതിനല്ല, ഞങ്ങൾ കാര്യം പറഞ്ഞു. കാരണം നിങ്ങളാണ് തെളിവ്, നിങ്ങളുടെ കയ്യിലാണ് ചാനൽ ഇതൊക്കെ ഉള്ളത്, മീഡിയ നിങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് തെളിവ് തരുക എന്നുള്ള രീതിക്ക് ശബരി എടുത്ത് ഇത് കാണിച്ചു, ബുക്ക് കാണിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ അവരാണ് ബോധപൂർവമായിട്ട് ഓടി വന്ന് ഞങ്ങളെ ആക്രമിക്കാനായിട്ട് വന്നത്. പ്രതിഷേധം തുടരുന്നെന്ന് വെച്ചാൽ നമ്മുടെ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചിട്ട് കേസ് കൊടുക്കണമോ എങ്ങനെയാണെന്നുള്ളത് നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചിട്ട് തീർച്ചയായിട്ടും. കണ്ട സാരി കണ്ട നിങ്ങൾ ചെമ്പഴന്തി ഉദയനെതിരെന്ന് പറയുന്നു, കണ്ടല്ലോ. സാരി എല്ലാം ഊരിക്കിടക്കുകയാണ്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. നമുക്ക് അങ്ങനെയല്ല, നമ്മൾ ആരെയും ആക്രമിക്കാനും പോലെ ഒന്നിനും പോകാറില്ല. വാസ്തവത്തിൽ അങ്ങനെയാണ് എനിക്ക് ദേഷ്യം വന്ന് ഞാൻ അടുത്ത് വെള്ളം ഒഴിച്ചെടുത്ത് അങ്ങനെയെങ്കിലും പോകട്ടെ എന്ന് പറഞ്ഞിട്ട്, മനസ്സിലായോ? അങ്ങനെ അതിന്റെ മണ്ടയിലൊക്കെയാണ് കയറിയത്. ഈ ഇരിക്കുന്ന കൗൺസിൽ ഹാളിന്റെ മണ്ടയിലാണ് അവരാണ് കയറിയത്. ഇനി കയറുമ്പോഴേ ഇനി നാളെ പറയുമ്പോൾ നിങ്ങളുടെ ചാനലുകാരോ കയറി നിന്നിട്ടുണ്ട്, അവരെയേ പറയുള്ളൂ, അവരെ കയറിയ കാര്യം കാണില്ല, മനസ്സിലായോ? അങ്ങനെ അതിന്റെ മുകളിൽ കയറിയതാരാണ്? നോക്കിയാൽ മതി, നിങ്ങളെ വിശ്വസിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ആരൊക്കെയാണെന്ന്. നമുക്ക് എല്ലാവരുടെയും ഒന്നും പേരറിയില്ല, പേരൊക്കെ ഇപ്പൊ തുടങ്ങിയല്ലോ, 6 മാസമല്ലേ ആയുള്ളൂ. ഞങ്ങളുടെ കൂടെ ഉള്ളവരുടെ ആണെങ്കിൽ ഓക്കെ നമുക്ക് പറയാം. നമ്മുടെ കൂടെ ഉള്ള ആരും തന്നെ മേലേക്ക്